ഹായ് കൂട്ടുകാരെ, ചങ്ങായി വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളിയായിട്ട് ആവിയിൽ വേവിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അതിനാവശ്യമായിട്ട് 1 ഗ്ലാസ് അളവിൽ പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പച്ചരി ഒന്ന് നല്ലതുപോലെ കഴുകി കുതിർക്കാനായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ പച്ചരി കഴുകിയൊക്കെ നമുക്കൊന്ന് കുതിർക്കാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ പച്ചരിയെല്ലാം ഞാൻ നല്ലതുപോലെ ഒന്ന് കഴുകി അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 മണിക്കൂർ ഇതിനെ ഒന്ന് കുതിർക്കാനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ 3 മണിക്കൂറായപ്പോഴത്തേക്കും പച്ചരിയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് ഞാനിവിടെ 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം, കുറച്ചെന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ്സിന് അടുപ്പിച്ചിട്ട് വെള്ളമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കണം. ശർക്കര ഉരുക്കാനായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചട്ടി വെച്ചിട്ട് 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്യൊക്കെ ഒന്ന് ചൂടായി ഉരുകി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കൈപ്പിടിയോളം വരുന്ന തേങ്ങയുടെ കൊത്താണ്. തേങ്ങ കൊത്തിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണക്കമുന്തിരി കാഷ്നട്ടൊന്നും ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് കയ്യിൽ ഇപ്പോൾ തേങ്ങയുടെ കൊത്ത് മാത്രമാണ് ഉള്ളതെങ്കിൽ അത് മൂപ്പിച്ചിട്ട് കൊടുത്താലും മതി. അല്ലെങ്കിൽ നമ്മളെ കപ്പലണ്ടി ഉണ്ടല്ലോ, നിലക്കടല, അത് ഇതേപോലെ ഒന്ന് വറുത്ത് കോരി ഇട്ട് കൊടുത്താലും നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ നെയ്യിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ പച്ചരിയൊക്കെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പിയാണ്. ഇതൊരു പഴയകാല വിഭവമാണ് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് സാൻഡ്വിച്ചും ബർഗറൊക്കെ അല്ലേ അറിയാവുള്ളൂ. ഇതാണ് പണ്ടത്തെ അമ്മമ്മമാരൊക്കെ നമുക്ക് റെഡിയാക്കി തരാറുള്ളായിരുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. 4 ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് തേങ്ങ എടുത്ത അതേ കപ്പിൽ 1 കപ്പ് അളവിൽ ചോറ് കൂടി എടുത്തിട്ടുണ്ട്. അളവുകളൊക്കെ കറക്റ്റ് ആയിരിക്കണം. പച്ചരി 1 ഗ്ലാസ് എടുത്തു. 1 കപ്പ് അളവിൽ ചോറും 1 കപ്പ് അളവിൽ തേങ്ങയുമാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നല്ലതുപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരഞ്ഞ് കിട്ടണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ശർക്കര നല്ലതുപോലെ അരച്ചിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അരിക്കാതെ വീത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് മണ്ണും പൊടിയൊക്കെ ഉണ്ടാകും. അപ്പോൾ ശർക്കരയൊക്കെ ഞാനൊന്ന് ഉരുക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം 1 നുള്ള് ഉപ്പ് കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര വേണ്ട എന്നുള്ളവർക്ക് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. പഞ്ചസാര ഒട്ടും നിർബന്ധമുള്ളൊരു കാര്യമല്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഫുഡ് കളർ ഏതുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കഴിക്കാനായിട്ടാണ്, എൻ്റെ മക്കൾക്കൊക്കെ കൊടുക്കാനായിട്ടുള്ളത് കൊണ്ട് ഞാൻ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ വരുന്നെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ ഒരു തുള്ളി കളർ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല കേട്ടോ. അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ ഇതൊന്ന് നല്ല പോലെ തന്നെ പഞ്ചസാരയും ഉപ്പും ഒക്കെ ഒന്ന് മെൽറ്റാവുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ മാവൊക്കെ ഞാനൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങാത്തൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ആ നെയ്യും എല്ലാം കൂടി ഞാൻ ഈ ഒരു മാവിൻ്റെ കൂട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാവൊക്കെ ഇങ്ങനെ നല്ല രീതിക്ക് ഇളക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇതേപോലെ ഒരു തട്ടിട്ട് കൊടുത്തിട്ട് ഒരു പ്ലേറ്റ്, ഇതിപ്പോൾ ഞാനിവിടെ ചോറൊക്കെ കഴിക്കുന്ന പ്ലേറ്റാണ്. നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു പ്ലേറ്റിൻ്റെ അകത്ത് നമ്മൾ ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്തതിന് ശേഷം മാവ് ഇതേ കണക്കൊന്ന്
ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് 2 ബാച്ചായിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പകുതി മാവ് ഞാൻ അങ്ങ് വെക്കുന്നുണ്ട് കേട്ടോ, അല്ലാതെ ഒരുമിച്ച് ഇതിൽ നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇനി ഒരു 20-25 മിനിറ്റോളം നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് ആവി കയറ്റി വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് വെന്തോന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ടൂപ്പിക്കോ അല്ലെങ്കിൽ ഈർക്കിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അതിലേക്കൊന്ന് കുത്തിക്കൊടുത്ത് നോക്കിയാൽ മതി. അതിലൊന്നും ഒട്ടിപ്പിടിച്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ 20 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമാണ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തത് കേട്ടോ. അപ്പോഴും നമ്മൾ ഇഡ്ഡലിത്തട്ടിൻ്റെ അകത്ത് വെച്ചിട്ടല്ലേ ഈ ഒരു മാവ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു മുകൾ ഭാഗം ഒന്ന് വെടിച്ചതുപോലെ ഇരിക്കുന്നത്. വെടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, അത് വീഡിയോയിൽ വെടിച്ചതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മുടെ ഇഡ്ഡലിത്തട്ടിൽ പ്ലേറ്റ് വെക്കണം മുമ്പാണ് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കൊക്കെ മാവ് ഒഴിച്ചു കൊടുക്കില്ല, കേക്കിനൊക്കെ ഉള്ള മാവുകൾ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ തറയിൽ വെച്ചിട്ട് തട്ടിക്കൊടുക്കാറുണ്ട്. ആ രീതിക്ക് ചെയ്താൽ ഒരു കുഴപ്പവും വരത്തില്ല കേട്ടോ, ഇങ്ങനെ വെടിച്ച് പോലെയൊന്നും ഇരിക്കത്തില്ല. ഇത് ഇഡ്ഡലി തട്ട് ചൂടായി ഇരുന്നത് കൊണ്ട് എനിക്ക് വെക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഇഡ്ഡലി ചെമ്പിൻ്റെ അകത്തേക്ക് പാത്രം ഇറക്കി വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ കുറച്ച് സ്പേസ് കൂടിയൊക്കെ ഉള്ള ഇഡ്ഡലി ചെമ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ വെച്ചിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്ത് 2 ടാപ്പൊക്കെ ചെയ്തതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെയുള്ള അടിപൊളി സ്നാക്ക് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് നല്ലൊരു ഹെൽത്തി സ്നാക്കാണ്, അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ നമുക്ക് കല്യാണ വീടുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് പച്ചരി മാവ് അരച്ച ഉടനെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. പച്ചരി മാവൊന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ മാവ് കലക്കിയെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് തീരെ കുറഞ്ഞു പോകാനും പാടില്ല, കൂടിപ്പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ വെള്ളം കൂടി പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പലഹാരം നമുക്ക് റെഡിയായി കിട്ടത്തില്ല. അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞു പോയാൽ ഇത് കട്ടിയായിട്ടിരിക്കും, ഇത്രയും നല്ല സോഫ്റ്റിന് കിട്ടത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ കട്ടി പോലെ പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന വെള്ളവും അതനുസരിച്ചിട്ടായിരിക്കണം. നമ്മുടെ അപ്പത്തിനൊക്കെ എടുക്കുന്നതിന് കുറച്ചുകൂടി ലൂസായിട്ടാണ് മാവിന് നമ്മൾ കലക്കി വെള്ളമൊക്കെ ചേർത്തെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിൽ ഓൾ ഓപ്ഷൻ കാണിക്കും, അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളായിരുന്നു. പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.